വണക്കം, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വേറൊരു പാട്ടുമായിട്ടാണ്. അപ്പോൾ ആ പാട്ടിന് ആദ്യം നമുക്ക് ആ പാട്ട് കേൾക്കാം, എന്നാലേ എനിക്ക് അതിനെക്കുറിച്ച് ബാക്കി സംസാരിക്കാൻ പറ്റൂ. മുറിയെടുത്തു അതാണ് പി ഭാസ്കരൻ മാസ്റ്റർ വഴിയേക്ക് എം.എസ്. ബാബുരാജ് സംഗീതം നൽകി യേശുദാസ് പാടിയ പാട്ടാണ്. 1970 റിലീസായ ചിത്രമാണ്. പിന്നെ അമ്പലപ്രാവ് എന്ന ചിത്രമാണ്. അപ്പോൾ ഈ പാട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒരെണ്ണം ഞാൻ പറയാം. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച്, അതായത് നമ്മളെ കഴിഞ്ഞുപോയ പാസ്റ്റിൽ എന്തൊക്കെ നടന്നു അതെല്ലാം ചിന്തിച്ചുകൊണ്ട് നമ്മൾ ഈ പ്രസൻറ്റ് നഷ്ടപ്പെടുത്തും. ഫ്യൂച്ചർ നശിക്കും. ഫ്യൂച്ചർ വരാനുള്ളതാണ്, പക്ഷേ പ്രസൻറ്റ് നമുക്കില്ലാതെ പോകും. നമ്മുടെ മൈൻഡ് എപ്പോഴും പാസ്റ്റിലാണ് കിടക്കുന്നത്. അതെല്ലാം ഇറക്കി വെച്ചിട്ട് സ്വർഗത്ത് ഞാനൊരു മുറിയെടുത്തു. എൻ്റെ ജീവിതത്തിൻ്റെ അഴുക്ക ചിന്തകളെല്ലാം ഞാൻ ഒഴിവാക്കിയിട്ട് ഞാൻ സ്വർഗത്തിൽ മുറിയെടുത്തു എന്നാണ് പറയുന്നത്. അപ്പം സംഭവം ഇത്രയുള്ള സിമ്പിളാണ്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുക. ചെറിയ ചെറിയ കാര്യങ്ങളിൽ, അതായത് പണ്ടുള്ളവർ പറയും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ രാജകുമാരിയാവുക എന്ന്. മനസ്സ് ചെറുതായാലും വലുതായാലും നമ്മൾ കൊടുക്കുന്നത് നമ്മളെ മനസ്സിൻ്റെ സന്തോഷം, അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. കോടിക്കണക്കിന് നമ്മൾ പൈസ സമ്പാദിച്ച് അന്യരാജ്യങ്ങളിൽ പോയി കഷ്ടപ്പെട്ട് സമ്പാദിച്ചുകൊണ്ട് വന്ന് വയ്ക്കുമ്പോഴും ചിലപ്പോൾ നമുക്ക് ആ മനസ്സ് രാജകുമാരി ആവണമെന്നില്ല. മനസ്സിലായില്ലേ? ഒരു പഴുത്ത ചക്ക ആട് പോയപ്പോൾ വീണ് കിട്ടി, വീട്ടിൽ കൊണ്ടുവന്ന് വെട്ടി എല്ലാവരും കൂടെ കഴിച്ച് ഒരു സന്തോഷമുണ്ട്. കോടികൾ കൊടുത്താൽ ചിലപ്പോൾ നമുക്കത് കിട്ടിയെന്ന് വരില്ല. അതാണ് ഇത് തങ്ങളിലുള്ള വ്യത്യാസം. അതുകൊണ്ട് എൻ്റെ കൂട്ടുകാർ, ഞാനിപ്പോൾ ഒരു കാര്യം പറയാം. എല്ലാ വിഷമങ്ങളും മാറ്റി വയ്ക്കുക. അത് കഴിഞ്ഞ വിഷമങ്ങൾ വരാനുള്ളത് വരുമ്പോഴല്ലേ, അപ്പോൾ നോക്കാം. അതിനിടയ്ക്ക് എന്തെല്ലാം സംഭവിക്കാൻ പോകുന്നു. സുനാമി വന്ന്, കൊറോണ വന്ന്, ഇപ്പോൾ യുദ്ധം വന്നു. ഇതെല്ലാം ഇനി ഇതിൻ്റെ ഇടയ്ക്ക് വരാൻ കിടക്കുന്നു. എന്തെല്ലാം നമ്മൾ ഫേസ് ചെയ്യാൻ കിടക്കുന്നു. അപ്പോൾ ഇത്ര മാത്രം ചിന്തിച്ചാൽ മതി. വരുന്നത് വരട്ടെ, പോണത് പോട്ടെ, നിൽക്കുന്നത് നിൽക്കട്ടെ. നമ്മളെ ഈ ചെറിയ ഹൃദയം ഉണ്ടല്ലോ, ഇത്ര എപ്പോഴും ഹാപ്പി ആയിട്ട് വയ്ക്കുക. വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തിനു വിഷമിക്കുന്നത്? ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. ഈ വന്നവരും ഇവിടെ നിന്നവരും പോയവരും എല്ലാം പോകുന്നത് ഒരു സ്ഥലത്തേക്കാണ്. വരുന്നത് പല സ്ഥലത്തു നിന്നായിരിക്കും, പക്ഷേ എല്ലാവരും പോകുന്നത് ഒരു സ്ഥലത്തേക്കായിരിക്കും. അതെവിടെയെന്നൊന്നും എനിക്കറിയില്ല, എന്നോട് ചോദിക്കരുത്. അപ്പം നമസ്കാരം, നല്ലൊരു ദിവസം നേരുന്നു.